അങ്ങനെ നിമിഷങ്ങൾക്കകം ആസുറ ബീവിയും കച്ചവടക്കാരൻ്റെ ഗൃഹത്തിലെത്തിച്ചേർന്നു. ആസുറ ബീവിക്ക് കച്ചവടക്കാരനും ഭാര്യയും വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷകൾ നൽകി. ആ ദമ്പതികൾക്ക് ബീവിയിൽ കനിവ് തോന്നുകയും അവരുടെ വീട്ടിൽ താമസിക്കാൻ അനുവാദം നൽകുകയും അവരുടെ സ്നേഹസമ്പന്നമായ പരിചരണങ്ങൾ കൊണ്ട് ചുരുക്കം ചില ദിവസങ്ങൾ കൊണ്ട് ബീവിയുടെ ആലസ്യങ്ങളെല്ലാം മാറി. ശരീരത്തിൻ്റെ അസുഖവും അങ്ങുമിങ്ങുമുണ്ടായിരുന്ന വ്രണങ്ങളും ഒക്കെ കരിഞ്ഞു തുടങ്ങി. ജീവിതം തിരിച്ചു കിട്ടിയതിൽ അവർ അള്ളാഹുവിനെ അകമഴിഞ്ഞു സ്തുതിച്ചു. സദാ നിസ്കാരത്തിലും ആരാധനയിലുമായി ആ വീട്ടിലെ ഒരു കൊച്ചുമുറിയിൽ ഒതുങ്ങിക്കൂടി. കച്ചവടക്കാരനായ പ്രഭു ദീനിയായ ചിന്തയുള്ള ആളായിരുന്നു. തന്നെയുമല്ല, നല്ലൊരു മനസ്സിനുടമയും. പ്രഭുവിൻ്റെ ഭാര്യയ്ക്കും ആദ്യഘട്ടത്തിൽ ബീവിയോട് നീരസമൊന്നും കണ്ടില്ല. അതുകാരണം അവിടുത്തെ ജീവിതം അല്ലലും അലട്ടലും ഇല്ലാതെ തുടർന്നു. അങ്ങനെ പഴയ ഉണർവും ഊർജവും ബീവിക്ക് തിരിച്ചു കിട്ടി. പ്രഭുവിൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതിലും അവിടെയുള്ള ചില്ലറ ജോലികൾ ചെയ്തു തീർക്കുന്നതിലും അവർ സായുജ്യം